സോ ഹേയ് ഗായ്സ്, നമ്മളങ്ങനെ വന്നിരിക്കുകയാണ് മറ്റൊരു മൈൻക്രാഫ്റ്റിന്റെ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് ആയിട്ട്. എനിക്കറിയാം നമ്മുടെ മെയിൻ ചാനൽ ഒരുപാട് ലെറ്റ്സ് പ്ലേ കുത്തി നിറച്ചിട്ട് അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരു എപ്പിസോഡിൽ ഡ്രാഗനെ കൊല്ലാൻ പറ്റാണ്ട്. പക്ഷേ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഈ ഒരു പുതിയ സീരീസ് ഉണ്ട്. ഇത് എന്തിനാ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫോക്കസ് ഡ്രാഗൻ അല്ല, പതുക്കെ ലോങ് പ്രോഗ്രസ്സിൽ പതുക്കെ പ്രോഗ്രസ് ഒക്കെ ചെയ്ത് അവസാനം ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലെറ്റ്സ് പ്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. നമ്മൾ സ്പോൺ ആയത് തന്നെ നല്ല പ്ലെയിൻസ് ബൈമിൽ തന്നെയാണ്. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടിരിക്കുകയാണ് ഗൈസ്, സ്മൂത്ത് ആവാനാണ്. ഓക്കെ, നമുക്കിപ്പോൾ തടിയും കാര്യങ്ങളും കട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഞാൻ തടിയും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മോപ്സോടെ ഞാൻ കാണുന്നുണ്ട്, അവരായിട്ട് കുറച്ച് വയലൻസ്. നമുക്കിനി കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. ഗൈസ്, ഞാനിവിടെ കുറച്ച് കോള് കണ്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കോള് വുഡൻ പിക്കാക്സും കൊണ്ട് മൈൻ ചെയ്യേണ്ട. നമുക്ക് മേഖലയിൽ പോയിട്ട് സ്റ്റോൺ ടൂൾസ് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫുൾ സ്റ്റോൺ ടൂൾസും കാര്യങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട കോളും കാര്യങ്ങളൊന്ന് മൈൻഡ് ചെയ്തെടുക്കണം. ഓക്കെ ഗൈസ്, ഞാൻ അവിടുത്തെ കംപ്ലീറ്റ് കോള് മൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 24 കോളായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കേവിലോട്ടും ചുമ്മാ നോക്കാൻ പറ്റില്ല, അയണം ഇതിനും കിട്ടിയാലോ. ഇവിടെ പിന്നെയും കോളുണ്ട്. ഇത് ഉള്ളാണല്ലോ. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്ക് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പുറത്തെ കയ്യിലൊന്ന് പിടിച്ചേക്കാം. ഡൈനാമിക് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പിടിച്ചാൽ മതി ഗൈസ്. നൈസാണ്, അത് മോഡ് ഇട്ടിട്ടുണ്ട്. ഓ ഗൈസ്, ഇവിടെ തൊട്ടടുത്ത് കോളുണ്ട്. സോ നമുക്ക് കോള് കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാം. കാരണം നമുക്ക് ഈ അയം കിട്ടുന്നവരെ കോപ്പറിൻ്റെ ആർമർ കൊണ്ട് നടക്കാം ഗൈസ്. വെറുതെ റിസ്ക് എടുക്കണമെന്നില്ല, കുറച്ചും കൂടി അധികം ഒന്ന് എക്സ്പ്ലോർ ചെയ്തേക്കാം ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. കേവ് 1 കേവ് ആണ് ഗൈസ്. അതുപോലെ തന്നെ ഒരുപാട് മോബ്സും ഉണ്ട്. സോ ഞാൻ ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് എല്ലാവരും അടി കൊണ്ട് ചത്ത് പിന്നെ റേസ്പോൺ ആയി അങ്ങനത്തെ ചെയ്തില്ല. ഞാൻ നല്ലൊരു ആർമർ ആയതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വലിയൊരു കേവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അയണും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു അയൺ ഞാൻ കണ്ടു. അയൺ മാത്രമല്ല, അവിടെ ഒരു ക്രീപ്പർ മച്ചറിനെ കൊല്ലാണ്ടിരുന്നായിരുന്നു. പോടാ പട്ടി, പൊട്ടിത്തെറിച്ചാ ഇല്ലേ? പോടാ പൊട്ടി. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എന്തായാലും ഒരു HP പോലും കുറഞ്ഞിട്ടില്ല. സ്റ്റോറി ചെയ്ത് നോക്കാം. ഇല്ല ഗൈസ്, ഇനി താഴെ നോക്കുവാണെങ്കിൽ ആ ഒരു വലിയ കേവിൻ്റെ എൻഡാണ്. സോ ഒരു കാര്യം ഫിക്സ് ചെയ്തു, ഇത് വലിയൊരു കേവിൻ്റെ ഒരു എൻഡിങ് ആണ് ഗൈസ് ഇത്. സോ നമുക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യത്തിൽ നല്ല അയണം കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നമുക്കിത് പിന്നീട് ഇവിടെ ഒന്ന് എക്സ്പ്ലോറും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഞാൻ പുറത്തിറങ്ങിയിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്ലെയിൻസ് ബയോമും അതുപോലെ ഒരു ഫോറസ്റ്റ് ബയോമും തമ്മിലായിട്ടുള്ള ഒരു ബയോമാണ് ഗൈസ് നമ്മുടെ സ്പോൺ പോയിന്റ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും നല്ല ബയോമാണ്, പക്ഷെ നമുക്ക് വില്ലേജ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്, കാരണം പ്ലെയിൻസ് ബയോമാണല്ലോ. സോ നമുക്കൊന്ന് വില്ലേജും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കിട്ടിക്കഴിയുമെങ്കിൽ ഫ്യൂച്ചറിൽ അത് വളരെ നല്ലതായിരിക്കും തോന്നുന്നു. ഇവിടെ അടുത്തൊരു കേവ് ഞാൻ കാണുന്നുണ്ട്. കേവിനപ്പോൾ ഒരു ക്ഷാമവും ഇല്ല, കാരണം ഇവിടെ കേവ് ഒരുപാടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് കുറച്ച് മോപ്സ് ഉണ്ട്. ഇത്ര നമ്മുടെ ഫുഡിൻ്റെ കാര്യം മാത്രം ഒന്നും നോക്കിയില്ല. സോ നമുക്കൊന്ന് ഫുഡും കാര്യങ്ങളൊന്ന് സെറ്റാക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജ് ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ, തൊട്ടടുത്ത് തന്നെ സവാന ബയോമും ഞാൻ കാണുന്നുണ്ട്. സോ അപ്പോൾ 1 പ്ലെയിൻസ് ബയോമ്, 2 ഫോറസ്റ്റ് ബയോ, 3 പ്ലെയിൻ ഇത് എന്താ പറയുക, ഈ ബയോമിൻ്റെ പേരിനായിരുന്നു സവാന ബയോമ്. അപ്പോൾ 3 ബയോമിൻ്റെ വുഡും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത കുറച്ച് മോപ്സ്. എന്തായാലും ഫുഡിന് ഒരു ക്ഷാമവും ഇല്ല, അതുപോലെ ആർമർ സെറ്റാക്കാൻ പറ്റും. ഫസ്റ്റത്തെ എപ്പിസോഡിന് പറ്റിയ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നു. ആൻഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓരോ ഗോൾസ് വെച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു ഫ്യൂച്ചർ തന്നെ ഈ വേൾഡിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത കേവല്ലേ ഇത് ശരിക്കും TNT വെച്ച് പൊട്ടിച്ച പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി പംകിൻസ് കണ്ടിട്ടുണ്ട്.
അപ്പോൾ പംകിൻസ് കണ്ട സ്ഥിതിക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് ഉറപ്പിക്കാം ഇവിടെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ആൻഡ് നമുക്കിവിടെ കാണുന്ന കുറച്ച് ഷീപ്പിനെയും കൂടി കൊന്നിട്ട് ഒരു ബെഡ് ഉണ്ടാക്കാം. ഇപ്പം തന്നെ ഇത് രാത്രി ആവാറായി. സോ രാത്രിയായിട്ട് അടുത്ത ദിവസം നമുക്ക് വില്ലേജ് തപ്പി ഇറങ്ങാം. ഓക്കെ, ഇപ്പം കോപ്പർ വയ്ക്കുന്നില്ല ഗൈസ്. ഇപ്പം നമുക്ക് വേണ്ടത് ഫുഡാണ്. അപ്പം നമുക്കിനി നമ്മുടെ വേൾഡിലെ ഫസ്റ്റത്തെ ബെഡ് ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഗൈസ് നമ്മുടെ ഈ വേൾഡിലത്തെ ഫസ്റ്റത്തെ നൈറ്റ് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, ഫസ്റ്റത്തെ നൈറ്റ് ആണ്. ഓക്കെ ഗൈസ്, സെറ്റ് ആയിട്ട് നമ്മൾ ആ കിട്ടിയ ഒരു അയണം കൊണ്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം ഗൈസ്, അതായിരിക്കും നല്ലത്. സോ ഗൈസ് തൽക്കാലം നമുക്കിത് മതി. ഇനി നമുക്ക് അതുകൊണ്ട് നമുക്ക് പിന്നെ എവിടെയെങ്കിലും ഒരു ബേസ് കണ്ടിട്ട് നമുക്ക് ഫർണസ് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇത് ഭയങ്കര പോസ്റ്റ് അടിപ്പിക്കും. ഓക്കെ, സോ അവിടെയും ഞാൻ പംകിൻ കാണുന്നുണ്ട്, അവിടെയും ഞാൻ ചെറുതായിട്ട് പംകിൻ കാണുന്നുണ്ട്. സോ ഞാൻ ആദ്യം കണ്ട പംകിൻ അവിടെയാണ്. അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പംകിൻ കണ്ടു. സോ ഇവിടെ എവിടെയും അടുത്തായിട്ടായിരിക്കും പംകിനുള്ളത്. പംകിനുള്ളതോ വില്ലേജ് ഉള്ളത് അല്ലേ ഗൈസ്? പക്ഷേ സവാന ബയോമിലാണ് വില്ലേജ്. സവാന ബയോമിലത്തെ വില്ലേജ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഹാർഡ് കോർ സീരീസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും സവാന ബയോം ഭയങ്കര പൊട്ടയാണ്, ഇഷ്ടമല്ല. വേണം ആ ഒരു വുഡ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നൊരു വിശ്വാസമുണ്ട് ഗൈസ്. സോ ഞാൻ വിചാരിക്കുന്നത് ഇനി വെറുതെ ഓടി ടൈം കളയാനേക്കാളും ഭേദം ഇവിടെ ബേസ് സെറ്റ് ആക്കണമായിരിക്കും തൽക്കാലത്തേക്ക്. എന്നിട്ട് പിന്നീട് ഒരു ദിവസം നമുക്ക് വില്ലേജിന് വേണ്ടിയിട്ട് പോവാം, അതായിരിക്കും ഗൈസ് ബെറ്റർ. ഇപ്പോൾ വെറുതെ ഓടി ഓടി സമയം കളയണ്ട. ഓക്കെ, ഇനി അങ്ങോട്ട് സവാനാഭയവുമില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഇവിടെ ആയിട്ട് ചെറുതായിട്ട് നമ്മുടെ കട്ടിലും കട്ടിലും സാമ്പാറായ സാധനങ്ങൾ വയ്ക്കാം. നമുക്ക് ബെഡ് റേസ്പോൺ പോയിന്റ് സെറ്റാക്കി ഇനി ഫർണസ് എടുത്തിട്ട് ഇവിടെ 10 ചിക്കൻ പിടിക്കാൻ വെച്ചിട്ട് നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കണം. അതിനൊരു സ്റ്റോണിൻ്റെ 7 സോ നമുക്കിവിടെ ചെറുതായിട്ട് തൽക്കാലത്തേക്കൊരു മൈനിങ്ങിന് സെറ്റാക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ മറ്റേ ഇത് വയ്ക്കാം, കോപ്പറല്ല അയൺ വയ്ക്കാം. എന്നിട്ട് ആ അയണം കൊണ്ട് നമ്മളൊരു ഷീൽഡും ഉണ്ടാക്കി പിന്നെ കോപ്പർ സ്മെൽറ്റാക്കാൻ വെച്ച് ആ കോപ്പർ കൊണ്ടൊരു കോപ്പർ ആർമർ സെറ്റാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കാം ഗൈസ്. യെസ്, ലെറ്റ്സ് ഗോ. 2000 years later. സോ നമുക്കൊരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സീൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വല്ല സ്കെൽട്ടൺസിനോ ക്രീപ്പറിനെ കണ്ട ഇന്ന് ഓക്കെ ഗൈസ്, ഇപ്പോൾ എനിക്കിത് 23 കോപ്പർ ഉണ്ട്. സോ നമുക്ക് ഓരോന്നും ഉണ്ടാക്കാം. ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഒരു ഹെൽമെറ്റ്, പിന്നെ ഒരു ബൂട്ട്സ്, ആൻഡ് ഫൈനലി എന്താ പറയുക ഈ ഒരു ലെഗിൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ കോപ്പർ ആർമർ അതിൻ്റെ 2 സൈഡിലെ കോപ്പർ ആർമർ ആയിട്ടുണ്ട്. ആൻഡ് ഗൈസ് നമ്മുടെ വീടെടുത്ത് ഫസ്റ്റത്തെ ഗോളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, നമ്മുടെ ഫുൾ കോപ്പർ ആർമറും പിന്നെ ഒരു ഷീൽഡും. ആൻഡ് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ.